പൗഡർ ആ ട്രഷർ ബോക്സിലിടുമ്പോൾ പിന്നെ അപ്പാണ് കിട്ടുക. അപ്പം നല്ല നല്ല അപ്പൊ കഴിഞ്ഞ ഓഫറിങ് ഓഫറിംഗ് ആണ് എന്റെ ഓഫറിംഗ്. അതില് ആദ്യം തന്നെ നിന്ന് കേൾക്കലാണ് ഫസ്റ്റ്. എടുത്ത് ചാടി സംസാരിക്കുന്നത് അതിപ്പോഴും ശരിയാവാനുണ്ട്. നാവിന്റെ ചാട്ട അങ്ങോട്ട് പോയി സ്കേർ ചെയ്യല്ലേ വേറെ അല്ലേ? ഒരു വചനല്ലേ ചാട്ട? എന്റെ ചാട്ട ഞാൻ നാവ് ഉപയോഗിക്കുന്ന നിർത്തിയിട്ട് ഐ ഷുഡ് ജസ്റ്റ് ലിസൺ, അതിലേക്ക് വളരണം. എനിക്ക് ആഗ്രഹമുണ്ട്. എന്റെ ഓഫറിംഗ് ആണ് ക്രൗണ്ട് ഓഫറിംഗ്. അപ്പൊ എനിക്ക് എങ്ങനെയാന്ന് വെച്ചാൽ മൈൻഡില് ഭയങ്കരമായിട്ട് ഞാൻ തിങ്ക് ചെയ്ത് അങ്ങനെ ഭയങ്കര മൈൻഡില് മുൾമുടി വെക്കുന്നല്ലേ? ജീസസ് കണ്ടം ജീസസ് റിലേറ്റഡ് ആണ് പറഞ്ഞത്. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈശോനെ കണ്ടം ചെയ്യുന്ന സമയത്ത് മുൾമുടി അങ്ങോട്ട് വെച്ച് കൊടുത്തു. ആരെങ്കിലും എന്തെങ്കിലും ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞാൽ എന്നിട്ട് കളിയാക്കി രാജാവ് എന്ന് പറഞ്ഞിട്ട്. എന്തേലും ആരെങ്കിലും പറയുമ്പോ എനിക്കങ്ങനെ തിരിച്ചു പറയാൻ അങ്ങനെ പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് ഉള്ളിൽ ഇങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ മൈൻഡില് ബ്ലീഡിങ് വരുന്ന പോലെ മുൾമുടി കുത്തിയിട്ട് ചോര വരും അല്ലേ? ഇച്ചിരി പറഞ്ഞാൽ മതി. പറഞ്ഞു ഭയങ്കര സെൻസിറ്റീവ് ആണ്, ഒട്ടും എനിക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഫിസിക്കൽ ഹാം ആണ് എനിക്ക് കൂടുതൽ പിന്നെ നല്ലതെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. കാരണം ആൾക്കാർ പറയുന്നത് എനിക്ക് ഒട്ടും എടുക്കാൻ പറ്റാറില്ല. അപ്പോൾ കുറെ പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് ഓഫറിംഗ് ആയിട്ടൊന്നും ഒരിക്കലും പോയിട്ടില്ല. പക്ഷെ അത് പിന്നെ ഒരു മുറിവായിട്ട് മാറി അങ്ങനെയായിരുന്നു നിൽക്കുന്നത്. അപ്പൊ പിന്നെ എന്തായാലും മുറിഞ്ഞ് ചോര വരുന്നുണ്ട്. അപ്പൊ അത് ഓഫർ ചെയ്താലോ? അത് പിന്നെ ഇവിടെ വന്ന് മദർ പഠിപ്പിച്ചപ്പോഴാണ് അങ്ങനെ ഒരു ആസ്പെക്റ്റിലേക്ക് തിങ്ക് ചെയ്യുന്നത്. എന്നെ ഏറ്റവും ടച്ച് ചെയ്തത് എനിക്ക് ഒരു ഇൻസിഡന്റ് നടന്നപ്പോ എനിക്ക് ഓർമ്മയുണ്ട്. ഏഷ്യ പ്രവാചകന്റെ കർത്താവിന് ദാസ് എന്ന് പറഞ്ഞിട്ട് ഒരു സഹനദാസൻ അത് വായിക്കുമ്പം അത് ഭയങ്കരമായിട്ട് എന്നെ ടച്ച് ചെയ്യുന്ന ഇതാണ്. അവന്റെ മുറിവിനാൽ നമുക്ക് സൗഖ്യം കിട്ടി. അപ്പൊ ഈ ഇത് ബ്ലീഡിങ് ചെയ്ത് മുറിഞ്ഞ അത് ട്രഷർ ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് മറ്റുള്ളവർക്ക് സൗഖ്യം കൊടുക്കുന്ന ഡോക്ടറായിരുന്നു ഹീലർ. പാസ്റ്റ് സംഭവങ്ങളെല്ലാം ഇപ്പൊ എനിക്ക് ഇപ്പോഴാണല്ലോ പിടികിട്ടി. അപ്പൊ അതെല്ലാം ഒരുമിച്ച് സമർപ്പിച്ച് ആ സമയത്ത് എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എന്തെങ്കിലും പറയുമ്പം എനിക്ക് നല്ല അഹങ്കാരം ഉള്ളതുകൊണ്ട് ചെറുതായിട്ട് 7 അയലക്കുത്തിന് മുമ്പ് എനിക്ക് നല്ലതായിട്ട് കൊള്ളും. പക്ഷെ അത് ആദ്യം ഞാൻ നിൽക്കത്തില്ലായിരുന്നു. പക്ഷെ പിന്നെ ഈ ഓഫറിങ്ങും ഇതൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അറ്റ്ലീസ്റ്റ് ഞാനൊന്ന് ഇങ്ങനെ ഇങ്ങനെ കാലിട്ട് നോക്കി അത്ര ഒരു കാല് വെക്കും, കാലല്ല വേരല്ലേ ചെറുതായിട്ട്. അപ്പൊ ആദ്യം കൊണ്ടപ്പോ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഈ പാഷൻ ഓഫ് ദി ക്രൈസ്റ്റിനകത്ത് ആ ഈശോയുടെ ചാട്ടടിക്കുന്ന സീനും ഞാൻ എൻ്റെ ലൈഫില് ഞാൻ ആദ്യമായിട്ട് ഗ്ലാസ് പെയിന്റിങ് വരയ്ക്കുന്നത് ഈ മുൾമുടി ഇട്ട ഈശോ ആ ഫോട്ടോ. അപ്പൊ അതിൽ ഈ മുള്ളു കുത്തി തറയ്ക്കുന്ന ആ ഒരു ബ്ലീഡിങ് ആ ഒരു ഭാഗം എന്നെ ഭയങ്കര ടച്ച് ചെയ്തായിരുന്നു. പിന്നെയാണ് മോൺസ്റ്റർ വന്നപ്പോഴത്തേക്കും അതെല്ലാം കണക്റ്റഡ് ആയിട്ടിരുന്നു. അപ്പൊ ഇപ്പൊ എങ്ങനെ തന്നെ ഇപ്പൊ ഇങ്ങനെ ഒരു വിരലിങ്ങനെ വെച്ചു പതുക്കെ ഒന്ന് കാല് വെച്ചാൽ കൊള്ളാന്ന് ആഗ്രഹമുണ്ട്. നമ്മളതിങ്ങനെ പതുക്കെ പതുക്കെ മൈൻഡിലത്തെ ചില ചിന്താരീതികളിലൊക്കെ ഈ ക്രൗൺ ഓഫ് തോൺസ് വന്നിട്ട് അത് ബ്ലീഡ് ചെയ്ത് അത് ഓഫർ ചെയ്യണല്ലേ. കണ്ടെംഡ് ജീസസ്. ഈശോയുടെ എന്തെങ്കിലും കുറ്റം കൊണ്ടാണ് അങ്ങനെ കണ്ടെംഡ് ആയത്? അപ്പം ആദ്യം നമ്മുടെ കുറ്റം കൊണ്ടുണ്ടായതിൻ്റെ ബ്ലീഡിങ് നമ്മൾ എടുക്കണം. പിന്നെ നമ്മുടെ കുറ്റം കൊണ്ടല്ലാണ്ട് ഉണ്ടായതിൻ്റെ. കുമ്പസാരം എന്ന കൂദാശ, the sacrament of confession is also known as sacrament of penance, പരിഹാരത്തിൻ്റെ ഒരു കൂദാശയായിട്ട്. അപ്പോൾ വൈദികൻ ഒരു പ്രായശ്ചിത്തം നമുക്ക് കൽപ്പിച്ചു തരും. CCC നമുക്ക് എടുക്കാം. CCC 1459 1460 1459 and the next one 1459 and 1460. അപ്പോൾ ഇതിൻ്റെ ഹെഡിങ് തന്നെ പരിഹാരം ചെയ്യൽ എന്നാണ്. പരിഹാരം ചെയ്യൽ. കുമ്പസാരം എന്ന കൂദാശയിൽ പാപമോചന ആശീർവാദം നമ്മുടെ പാപത്തെ നീക്കം ചെയ്യും. പക്ഷേ പാപമുണ്ടാക്കിയിട്ടുള്ള എല്ലാ ക്രമരാഹിത്യങ്ങളെയും അത് പരിഹരിക്കുന്നില്ല. പാപത്തിൽ നിന്ന് ഉയർത്തപ്പെട്ടുവെങ്കിലും പാപി തൻ്റെ ആധ്യാത്മിക ആരോഗ്യം പൂർണ്ണമായി വീണ്ടെടുക്കേണ്ടിയിരിക്കുന്നു. തൻ്റെ പാപത്തിന് പ്രതിവിധിയായി എന്തെങ്കിലും
കൂടുതൽ ചെയ്തുകൊണ്ടാണ് അത് വീണ്ടെടുക്കേണ്ടത്. അവൻ തൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യണം, അല്ലെങ്കിൽ പ്രായശ്ചിത്തം ചെയ്യണം. ഈ പരിഹാരക്രിയ പ്രായശ്ചിത്തം എന്ന് വിളിക്കപ്പെടുന്നു. അപ്പോൾ നമ്മൾ പ്രായശ്ചിത്തം ചെയ്യണം. ആ പ്രായശ്ചിത്തം ചെയ്യുന്നതിൻ്റെ ഒരു ആന്തരിക വശമുണ്ട്, ഒരു ബാഹ്യവശമുണ്ട്. ആന്തരിക വശത്തിൽ നമ്മൾ ഉള്ളിൽ പശ്ചാത്താപം ഉണ്ടാവണം. ഉള്ളിൽ ഹൃദയത്തിൽ പശ്ചാത്താപം ഉണ്ടാവണം. എന്നിട്ട് പുറമേക്ക് ബാഹ്യമായി പരിഹാര പ്രവർത്തികളും ചെയ്യണം, പെനൻസ് ചെയ്യണം. അപ്പോഴാണ് ഈ പ്രായശ്ചിത്ത പ്രക്രിയ അല്ലെങ്കിൽ ആ ഒരു ക്രിയ, പരിഹാരക്രിയ കംപ്ലീറ്റ് ആവുള്ളൂ. 1460 പറയുന്നുണ്ട്, വൈദികൻ ഒരു പ്രായശ്ചിത്തം കൽപ്പിക്കും. ആ പ്രായശ്ചിത്തം നമ്മൾ ചെയ്യണം. എന്നിട്ട് കൂടുതലായിട്ടും നമ്മൾ എന്തെങ്കിലും ചെയ്യണം, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് തന്നെ. പിന്നെ മൊണാസ്റ്റിക് ലൈഫ് എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടും കൂടി നമുക്ക് ഓഫർ ചെയ്യാനുള്ളത്, കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യും. അത് ജോയ്ഫുള്ളി ചെയ്യുകയാണെങ്കിൽ അതിനും മൂല്യം ഉണ്ടായിരിക്കും, വാല്യൂ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ജോയ്ഫുൾ പെനൻസ് ട്രഷർ ബോക്സ്. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ആശ്രമത്തിൽ ഈ ജോയ്ഫുൾ പെനൻസിൻ്റെ ട്രഷർ ബോക്സ് വെച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയോട് ചോദിച്ചാൽ മതി, പരിശുദ്ധ കൃപാ ക്വീനോട് ചോദിച്ചാൽ മതി. ആ ഹോളി റൂഹ ആശ്രമത്തിൽ നിന്ന് ആ ട്രഷർ ബോക്സിൽ നിന്ന് കുറച്ച് എന്തെങ്കിലും ഞങ്ങൾക്കും തരാമോ എന്ന് പരിശുദ്ധ അമ്മയോട് ചോദിച്ചോളൂ. ഞങ്ങളോട് നേരിട്ട് ചോദിക്കണമെങ്കിൽ യൂട്യൂബിലൊക്കെ ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിട്ടോ, ഞങ്ങൾ അത് പെറ്റിഷൻ വയ്ക്കാം. ഇന്ന ആൾക്കാർക്ക് ഇന്നതൊന്നും എടുത്ത് കൊടുക്കണേ. പരിശുദ്ധ അമ്മയുടെ കയ്യിലാണ് ഏൽപ്പിക്കുക. പരിശുദ്ധ അമ്മ ഈശോയുടെ കയ്യിൽ ഏൽപ്പിക്കും. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മളായിരിക്കില്ല, പക്ഷേ റെക്കമെൻഡ് ചെയ്യാൻ പറ്റും, ഇന്ന ആൾക്കാർക്ക് കൊടുക്കണേ. ഈ ഒരു ആശ്രമത്തിൻ്റെ ജോയ്ഫുൾ പെനൻസ് ട്രഷർ ബോക്സിൽ നിന്ന് എന്തെങ്കിലും വേണമെങ്കിൽ പരിശുദ്ധ അമ്മയോട് ചോദിച്ചോളൂ, അല്ലേ? JP TV പഠിക്കാം. ഇനി കൂടുതൽ ആൾക്കാർ എടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പരിശ്രമിക്കാം കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ. യെസ് ഓർ നോ? ചിലപ്പോൾ സ്വയം തോന്നിയിട്ട് ചെയ്യും, ചിലപ്പം ബാക്കിയുള്ളവർ പ്രചോദിപ്പിക്കേണ്ടി വരും, അല്ലേ? അപ്പം ഏതിനായിരിക്കും ഏറ്റവും വില? സ്വയം തോന്നി, സ്വയം ഇനിഷ്യേറ്റീവ് എടുത്ത് ജോയ്ഫുള്ളായിട്ട് ചെയ്യുന്ന പെനൻസിനാണ് ഏറ്റവും കൂടുതൽ വില. God loves a cheerful giver. സന്തോഷത്തോടെ നൽകുന്നവനെയാണ്, ജോയ്ഫുള്ളായി നൽകുന്നവനെയാണ് കർത്താവിന് ഏറ്റവും ഇഷ്ടം. അപ്പോൾ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യൂ. കൂടുതൽ ആൾക്കാർ ഇത് കേട്ട് കഴിഞ്ഞിട്ട് ഈ ഹോളി റൂഹ ആശ്രമത്തിൽ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് ട്രഷർ ബോക്സിൽ നിന്ന് വേണമല്ലോ എന്ന് പറഞ്ഞ് പരിശുദ്ധ അമ്മയോട് ചോദിക്കുമ്പോൾ, പരിശുദ്ധ കൃപാ ക്വീൻ മാതാവിനോട് ചോദിക്കുമ്പോൾ, പരിശുദ്ധ അമ്മ അതൊരു കൃപാവലയമായി ഒത്തിരി പേർക്ക് കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സോ ഒന്നും കൂടി ജോയ്ഫുള്ളായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം. മറ്റുള്ളവരെ പ്രചോദിപ്പിച്ചിട്ടും മോട്ടിവേറ്റ് ചെയ്തിട്ടും ചെയ്യുകയാണെങ്കിൽ അതെങ്കിൽ അത് ആദ്യം, ചിരി വരുന്നില്ല, ജോയ് വരുന്നില്ലെങ്കിൽ അതെങ്കിൽ ആദ്യം. പിന്നീട് അത് നമ്മൾ സ്വയം ഇനീഷ്യേറ്റീവ് എടുത്ത് സന്തോഷത്തോടെ ആനന്ദത്തോടെ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ കൂടുതൽ മൂല്യം, വില ആ ട്രഷർ ബോക്സിൽ നിറയും, അല്ലേ? അപ്പോൾ അത് പരിശുദ്ധ അമ്മ പരിശുദ്ധ കത്തോലിക്ക തിരുസഭയുടെ ട്രഷർ ബോക്സിലേക്ക്, ട്രഷറിയിലേക്ക് നിറച്ചുകൊണ്ടിരിക്കും. അല്ലാതെ അവർ പാപം ചെയ്യുന്നു, ഇവർ പാപം ചെയ്തെന്ന് കുറ്റപ്പെടുത്തി വിധിച്ചിട്ട് കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ നമ്മുടെ ഷെയർ ഇട്ടിട്ട്, കോൺട്രിബ്യൂഷൻ ഇട്ടിട്ട്, എനിക്കിത് പറ്റും, ഇതെടുത്തോ. വേറൊരാൾ വിധിക്കുമ്പോൾ, കുറ്റം പറയുമ്പോൾ, അവരെ ഇങ്ങനെ നെഗറ്റീവായിട്ട് പറയുമ്പോൾ, പരദൂഷണമൊക്കെ പറയുമ്പോൾ ഈ ട്രഷർ ബോക്സിൽ കുറേ ചെയ്യണേ. അപ്പോൾ ഒരാളുടെ കുറ്റം പറയാൻ വരുമ്പോൾ, നെഗറ്റീവ് ചിന്തിക്കാൻ വരുമ്പോൾ അത് വേണ്ടാന്ന് വിചാരിക്കുക. അപ്പോൾ അത് ട്രഷർ ബോക്സിലിടാം. ഇന്നൊരു പ്രലോഭനം വന്നു, അതിൽ വീണില്ല, അത് ട്രഷർ ബോക്സിൽ കിടക്കട്ടെ. ഈ ലോകത്തിൻ്റെതായ മോഹങ്ങളും അത്യാഗ്രഹങ്ങളും അറ്റാച്ച്മെൻറ്റുകളും ഡിസയറുകളും എനിക്ക് വേണ്ടാന്ന് വെക്കുകയാണ്.
റിനൗൺസ് ചെയ്യാണ്, ഗിവ് അപ്പ് ചെയ്യാണ്, അബാൻഡൻ ചെയ്യാണ്. അതുകൊണ്ടുണ്ടാവുന്ന ചെറിയൊരു ഞെരുക്കം, വേദന ട്രഷർ ബോക്സിലിടും. അത് ട്രഷർ ബോക്സിൽ കിടക്കട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഒത്തിരി ആൾക്കാർക്ക് ഞങ്ങളുടെ കുഞ്ഞ് ട്രഷർ ബോക്സിൽ നിന്ന് എന്തെങ്കിലും ഉപകരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യെസ് ഓർ നോ? വിൽ യു കോൺട്രിബ്യൂട്ട് മോർ? സോ അങ്ങനെ നമ്മൾ ഈ ഒരു ജോയ്ഫുൾ പെനൻസ് ട്രഷർ ബോക്സ് സീരീസ് നിങ്ങൾക്കായി കാഴ്ചവെക്കുന്നു. ഒത്തിരി പേർക്ക് ഉപകാരം ഉണ്ടാവട്ടെ. നിങ്ങളതൊക്കെ എടുത്ത് ഉപയോഗിച്ച് നിങ്ങളും കൂടുതൽ കോൺട്രിബ്യൂട്ടിംഗ് മെമ്പേഴ്സ് ഓഫ് ദ കാത്തലിക് ചർച്ച് ആവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. എനിത്തിങ് യു ഹാവ് മോഡറേറ്റർ, എനിത്തിങ്? ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഒരു ചെറിയ ജോയ്ഫുൾ പെനൻസ് ചെയ്താൽ മതി, അറ്റ്ലീസ്റ്റ് തുടക്കത്തിൽ ഒരെണ്ണം. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ അതൊരു കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അടുത്ത സീരീസ് വരെ. അപ്പോൾ നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനും ഒരു അവസരം, എടുത്ത് ഉപയോഗിക്കാനും അവസരം. അപ്പോൾ ആ ഒരു ഹോളി റൂഹ ആശ്രമത്തിലെ ട്രഷർ ബോക്സിലേക്ക് ഞങ്ങൾക്കും കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഒത്തിരി ആൾക്കാർക്ക് പാപപരിഹാരത്തിന് അത് ഉപകരിക്കട്ടെ. ഈ പ്രായശ്ചിത്ത പ്രക്രിയ നടക്കട്ടെ. പാപം വർദ്ധിക്കുമ്പോൾ അതിലേറെ കൃപ വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ കൂടുതൽ പേര് പ്രാർത്ഥിക്കാനും കൂടുതൽ പേര് പരിഹാരം ചെയ്യാനും കൂടുതൽ പേര് പരിത്യാഗം ചെയ്യാനുണ്ടെങ്കിൽ ഈ ഒരു ആത്മീയ ട്രഷർ ബോക്സിലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്ത് പരിശുദ്ധ അമ്മ അതൊക്കെ എടുത്ത് കൃപ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യട്ടെ. ഈ അന്ത്യകാലത്ത് ആവശ്യമുള്ള ആ സവിശേഷ കൃപാവലയമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടട്ടെ, വിതരണം ചെയ്യപ്പെടട്ടെ. അങ്ങനെ സാത്താൻ്റെയും ദുഷ്ടാരൂപികളുടെയും കെണിയിൽപ്പെടാതെ നല്ല വിശുദ്ധിയുള്ള ജീവിതങ്ങൾ ജീവിച്ച് ഈശോ രണ്ടാമത് വരുമ്പോൾ ഈശോ നമ്മളെ കൊണ്ടുപോയി നിത്യമായി സ്വർഗ സൗഭാഗ്യത്തിൽ ജീവിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ മാത്രമല്ല, ഒത്തിരി പേർക്ക് ഇതിന് സാധിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അപ്പം നിങ്ങളായാലും കുറേശ്ശെ പരിത്യാഗ പ്രവർത്തികൾ, പരിഹാര പ്രവർത്തികൾ ചെയ്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാം, അല്ലേ? ഇതല്ലേ പറഞ്ഞു. നോമ്പ് കാലം നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം. ഈ ഒരു നോമ്പ് കാലം തുടങ്ങുമ്പോൾ കൂടുതൽ അവസരമുണ്ട്, അല്ലേ? ലെന്റൻ സീസൺ. ജോയ് ആൻഡ് ഹാപ്പിനെസ്, റിയൽ ജോയ് എല്ലാവർക്കും കിട്ടട്ടെ. ഹാപ്പിനെസ് അല്ല, റിയൽ ജോയ്. നമ്മളിവിടെ പറഞ്ഞ ഉള്ളിൽ കൊടുക്കുമ്പോൾ ഉള്ള ജോയ്, എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴുള്ള ജോയ്, പെനൻസ് എടുക്കുമ്പോഴുള്ള ജോയ്, അബ്ബാപിതാവിൻ്റെ സ്നേഹ കടാക്ഷം കിട്ടിയിട്ടുള്ള ജോയ് നമ്മൾ കൊടുക്കുമ്പോൾ ഉള്ളത്, അങ്ങനത്തെ ജോയ് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഈ പെനൻസ് എന്താ, ഇതിന്റെ റിയൽ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ജോയ്. എന്താണ് അർത്ഥം മനസ്സിലാക്കുമ്പോഴാണ് ആ ഒരു കാര്യം നല്ലതാണ് നമുക്ക് തോന്നുമ്പോൾ ഇതിന്റെ പെനൻസ് നല്ലതാണല്ലോ, അത് അർത്ഥം മനസ്സിലാക്കാനുള്ള ഒരു കൃപ. പെനൻസ് ഒരു ട്രേഡിംഗ് ഇൻസ്ട്രുമെന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ട്രേഡിംഗ് ഇൻസ്ട്രുമെന്റ്, വ്യാപാര ഉപകരണം. കഷ്ടതയാൽ അഥവാ പെനൻസിന്റെ പിന്നാലെയുള്ള സ്നേഹം തിരിച്ചറിയാൻ സാധിക്കും. ഗോഡ് ലവ്സ് എ ചിയർഫുൾ ഗിവർ. അപ്പോൾ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ചിയർഫുൾ ആയിട്ട് നമുക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദമാണ് യഥാർത്ഥ ആനന്ദം. അപ്പോൾ അത് എല്ലാവർക്കും കിട്ടാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിലൊന്നാണ് ആനന്ദം. അപ്പോൾ ആ ആനന്ദം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഒപ്പം പരിശുദ്ധ കൃപാക്കുകയും ആ ഒരു പ്രാർത്ഥന ഒരുമിച്ച് നമുക്ക് എപ്പോഴെങ്കിലും ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരു ദിവസം, വൺസ് അറ്റ്ലീസ്റ്റ് ടു പ്രേ ദാറ്റ് പ്രെയർ. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഈ ആശ്രമത്തിൻ്റെ കൂട്ടായ്മയിൽ ഈ പ്രാർത്ഥനയും പരിത്യാഗമൊക്കെ സമർപ്പിക്കാം. അപ്പം ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല ഞാനിവിടെ എഴുതി വച്ചേക്കുന്നത് വായിക്കാം. പാപപരിഹാരം ഈസ് ഈക്വൽ ടു പശ്ചാത്താപം പ്ലസ് നഷ്ടപരിഹാരം. അപ്പോൾ പാപപരിഹാരം അഥവാ പ്രായശ്ചിത്തം എന്ന് പറയുന്നത് ആന്തരികമായി ഹൃദയത്തിൽ നമുക്കുള്ള പശ്ചാത്താപം പ്ലസ് ബാഹ്യമായി നമ്മൾ ചെയ്യുന്ന നഷ്ടപരിഹാരങ്ങൾ, പരിഹാര പ്രവർത്തികൾ. അപ്പോൾ അങ്ങനെ കൂടുതൽ ജോയ്ഫുൾ പെനൻസ് ചെയ്ത് നമ്മുടെ ഉള്ളിലും ഒത്തിരി ആൾക്കാരുടെ ഉള്ളിലും പരിശുദ്ധ റുഹായുടെ ആനന്ദം നിറയാനായിട്ട് ഇടവരട്ടെ. JPTV series. What? JPTV series.
JPTB, JPTB series. Reign the Holy Ruach, Lord, reign forevermore.